നമസ്കാരം. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആ കുടുംബത്തിൻ്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു പ്രസ്താവന നടത്തിയത്. ഇത് ADMന്റെ കുടുംബത്തോട് ആ പാർട്ടി ഇന്ന് കാണിക്കുന്ന നീതി നിഷേധം തന്നെയാണ്. സർക്കാർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്ന് പറയുകയും അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ട കാര്യത്തെ എതിർക്കുകയും ചെയ്യുന്നതിലൂടെ CPMന്റെ ആ ഒരു ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. ഇതോടെ തന്നെ പാർട്ടിയുടെ ഒരു സഹായവും വേണ്ടെന്ന നിലപാടെടുത്തു നവീൻ ബാബുവിൻ്റെ കുടുംബം. തൻ്റെ ഭർത്താവിൻ്റെ നീതിക്ക് വേണ്ടി നിയമ പോരാട്ടത്തിനിറങ്ങിയ മഞ്ജുഷ എന്ന ഭാര്യയുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ പാർട്ടിയുടെ എതിർപ്പുകൾക്ക് സ്ഥാനമില്ല. അല്ലെങ്കിൽ അവർ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പാർട്ടി അവിടെ നിഷ്പ്രഭമായി പോകുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സാക്ഷാൽ ഈശ്വരൻ തന്നെ ഒരുപക്ഷെ ആ തെളിവായി അവതരിപ്പിക്കും. അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് യാത്രയയപ്പ ചടങ്ങിന് എത്തുമ്പോഴും അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിക്കുമ്പോഴും നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 ബാഗുകളെ പറ്റി ഡ്രൈവറുടെ മൊഴിയിലടക്കം പരാമർശിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയപ്പോൾ മുതലുള്ള കഥയിൽ ആ ബാഗിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. മുനീശ്വരൻ കോവിലിനടുത്ത് ഇറങ്ങിയപ്പോൾ നവീൻ ആ ബാഗുകളും എടുത്തുവെങ്കിൽ ആ ബാഗുമായിട്ടാണോ അദ്ദേഹം തിരികെ താമസ സ്ഥലത്തേക്ക് പോയത്? പിന്നീട് ആ ബാഗ് എവിടെ പോയി? മരണശേഷം മുറി പരിശോധിച്ച പോലീസ് അത്തരത്തിലൊരു ബാഗിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ ആ ബാഗുകളെ കുറിച്ച് എന്തുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാവുന്നില്ല? ഇവിടെയാണ് ഈ കേസിലെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ടായിരിക്കുന്നത്. അതായത് സ്വന്തം തൊഴിലിനോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തിയിരുന്ന നവീൻ ബാബു അവധി ദിനങ്ങളിൽ മലയാളപ്പുഴയിൽ വീട്ടിലെത്തിയാൽ പോലും ജോലിക്കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. തനിക്ക് ഓഫീസ് സംബന്ധമായി വരുന്ന കത്തുകളും നിവേദനങ്ങളും ഒക്കെ അടക്കം വീട്ടിലെത്തി വായിക്കുകയും അതിൽ തീർപ്പുണ്ടാക്കാൻ വേണ്ടുന്ന നടപടികളൊക്കെ അദ്ദേഹം കൈക്കൊള്ളുകയും ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലം തന്നെയായിരുന്നു. കൂട്ടത്തിൽ തമിഴിൽ വന്ന ചില കത്തുകൾ തമിഴ് ഭാഷ അറിയാവുന്ന അടുത്ത സുഹൃത്തിനെ കൊണ്ട് വായിച്ച് മനസ്സിലാക്കിയിരുന്നുവെന്നും എന്തിനാണ് ഓഫീസിൽ വെച്ച് ജീവനക്കാരെ കൊണ്ട് വായിപ്പിക്കാതെ തന്നെ കൊണ്ട് ഇത്തരം കത്തുകളൊക്കെ വായിപ്പിക്കുന്നതെന്ന് ആ തമിഴ് ഭാഷ അറിയുന്ന സുഹൃത്ത് ചോദിച്ചു. അപ്പോൾ എന്താണ് ഈ കത്തുകളിൽ എന്ന് അറിയാൻ കഴിയില്ലല്ലോ. എന്തെങ്കിലും രഹസ്യ വിവരമോ രേഖയോ ഒക്കെ ആണെങ്കിൽ ഓഫീസ് സേഫ് അല്ല എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞതെന്നും കുടുംബം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തൻ്റെ ഓഫീസ് സുരക്ഷിതമല്ല എന്ന് തോന്നുന്ന എന്തോ ഒന്ന് നവീൻ ബാബുവിൻ്റെ മനസ്സിനെ അലട്ടിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിൽ അന്വേഷണം നീളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ മരണത്തിലെ യഥാർത്ഥ സത്യം പുറത്തു വരും. കൂടാതെ നവീൻ മലയാളപ്പുഴയിൽ തൻ്റെ വീട്ടിലെത്തിയാൽ ഓഫീസ് വർക്കുകൾക്കായി ഉപയോഗിക്കുന്ന മുറിയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പും അടക്കം അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. നവീൻ അവസാനമായി മഞ്ജുഷയ്ക്ക് ഒരു ഫയൽ കൈമാറിയിരുന്നതായും ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് സത്യമാണെങ്കിൽ ആ ഫയൽ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇവിടെ നവീൻ്റെ മരണം വെറുമൊരു ആത്മഹത്യയല്ല എന്ന ഉത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്ക്. ആ യാത്രയപ്പ് ദിവസം ഒന്നുകൂടി റിവാൻഡ് ചെയ്തെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാകും. അതായത് ആ ചടങ്ങിൽ ദിവ്യ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടും അഴിമതക്കാരനാക്കി സഹപ്രവർത്തകർക്ക് മുന്നിൽ അധിക്ഷേപിച്ചിട്ടും നവീൻ ബാബു മൗനം തുടർന്നു എന്ന കഥ വ്യാജമാണെന്ന് ഇതിനോടകം തെളിഞ്ഞതാണ്. ദിവ്യ ഉന്നയിച്ച ആരോപണത്തിന് പിന്നിൽ കഴമ്പില്ലെന്നും തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് നവീൻ ആ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു എന്നാണ് സഹപ്രവർത്തകർ നൽകിയ മൊഴി. ഗീത IASന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നവീൻ ബാബു തൻ്റെ ചേംബറിലെത്തി തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന കളക്ടറുടെ ആ മൊഴി അവിടെ മുതൽ ഗതി മാറുകയാണ്. അതായത് ഇവിടെ നവീൻ ബാബു അങ്ങനെ പറഞ്ഞു എന്നത് കളക്ടർ ദിവ്യയെ രക്ഷിക്കാൻ പറഞ്ഞ കള്ളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ 2 ചാൻസാണ് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത്. അതായത് ഇനി നവീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തുമ്പോൾ, അഴിമതിക്കാരനാണെന്ന് സ്വയം സമ്മതിക്കുമ്പോൾ
കളക്ടർ ചിരിച്ചുകൊണ്ട് മൗനമായി നിൽക്കില്ലല്ലോ. സ്വാഭാവികമായും തിരികെ എന്തെങ്കിലും കടുപ്പിച്ചു തന്നെ പറഞ്ഞിട്ടുമുണ്ടാകണം, അല്ലെങ്കിൽ നടപടി കൈക്കൊള്ളണം. അത്തരത്തിൽ കളക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായോ? കുറഞ്ഞപക്ഷം ADMനെ കളക്ടർ താക്കീത് ചെയ്യുകയെങ്കിലും ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷമത്തിലായിരിക്കാം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്ന് വേണമെങ്കിലും സ്വാഭാവികമായിട്ടും സംശയിച്ചുകൂടെ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തൻ്റെ സഹപ്രവർത്തകർക്ക് മുന്നിൽ തന്നെ ഇകഴ്ത്തി കാട്ടുകയും അവഹേളിക്കുകയും കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്ത തൻ്റെ ഇത്രയും നാളത്തെ സൽകീർത്തിക്ക് കളങ്കം വരുത്തിയ ദിവ്യയോട് ഒരു വാക്കുപോലും പറയാതെ നവീൻ ബാബു തിരികെ പോകുമോ? തൻ്റെ സഹപ്രവർത്തകർക്ക് മുന്നിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ആ നാട് വിടാൻ അദ്ദേഹത്തെ എങ്ങനെയാണ് കഴിയുക? ഇല്ല. എന്നിട്ടും അദ്ദേഹം മൗനമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും തിരിച്ചടിക്കാൻ വേണ്ടി തന്നെയാകും. ദിവ്യ പറഞ്ഞതിനെയൊക്കെയും തെളിവുകൾ നിരത്തി തിരിച്ചടിക്കാമെന്ന ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. ആ രേഖകളുമായി ഒരു പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുകയോ ചെയ്യാൻ ഉറച്ചുകൊണ്ടാണ് നവീൻ ബാബു കളക്ടറെ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ ഇത് മനസ്സിലാക്കിയതോടെ ആയിരിക്കാം ADMനെ ശത്രുക്കൾ ഇല്ലാതെയാക്കിയിട്ടുണ്ടാവുക. എന്തായാലും ശാസ്ത്രീയ തെളിവുകൾ അടക്കം വിശദമായി പരിശോധിക്കുമ്പോൾ ADMന്റെ മഞ്ജുഷയ്ക്ക് മുന്നിൽ CPMലെ പല ഉന്നതരും മുട്ടുകത്തും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. നന്ദി.